Hi friends, Panoli used cars in the Pudri like Airwork Sogatum. About Namlin Koraka and Sashani in Novena collection I told another. For Randu and Diana Coordinator, and that the Pandran model, Dandai Padimu model, Dandum HR registration no Hanani, Hariani private to Navajani. Or Korea was an item in innovative videos against a year, Latin Stroke, Adunda, I don't know innovative videos. Lag ആയത് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5-6 വാഹനത്തോളം നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട്. 2012 ഒരു 3 വിവോ ഓപ്ഷൻ വാഹനങ്ങൾ, പിന്നെ ഒരു 15 മോഡൽ വാഹനം, പിന്നെ ഒരു 13 ഒരു 3ഓളം വാഹനങ്ങൾ, ലോ കിലോമീറ്റർ ഓടിയത്, അങ്ങനെ കുറേ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട്. അതൊക്കെ നമ്മൾ തുടർന്നുള്ള ഓരോ വീഡിയോയിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന 2 വണ്ടികളാണ്, 2ഉം പ്രൈവറ്റ് വണ്ടികളാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഉള്ളിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നുള്ളത്. പിന്നെ ഈ 2 വാഹനങ്ങളുടെയും ഇനി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുള്ള വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഈ ഒരു വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് 2013 മോഡലാണ്. G4 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓപ്ഷൻ വന്നുള്ളത്. അതായത് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, പിന്നെ 2013 ആയതുകൊണ്ട് തന്നെ ഒരു എയർ ബാഗ് കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ്. എന്നാലും ഈ ഒരു വാഹനം ഹരിയാന രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഹരിയാനയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പിന്നെ 3rd ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. 7 സീറ്ററാണ് വാഹനം. പിന്നെ വണ്ടിൻ്റെ സൈഡ് പ്രൊഫൈൽ കൊണ്ടൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട്. പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിന്റെ ക്വാളിറ്റി പറയുമ്പോൾ അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഞാൻ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം എന്നുള്ളത്. ഇന്റീരിയർ ഭാഗം കൊണ്ട് പറയുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 7 സീറ്റ് വരുന്ന വാഹനമാണ്. അഡീഷണൽ ആയിട്ട് അടിപൊളി നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും കുഴപ്പമില്ല, നല്ല നീറ്റിലാണ് ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് പുതിയത് ചെയ്താണ് നമ്മൾ. ഞാനൊരു വാഹനത്തിന്റെ എൻജിൻ റൂം കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് ഒരു വാഹനത്തിന്റെ എൻജിൻ റൂമും കാര്യങ്ങളും കുഴപ്പമില്ല, നീറ്റാണ്. അപ്രോണ്ട ഭാഗത്തൊക്കെ വരുമ്പോൾ കമ്പനി വന്ന പാസ്റ്റിങ്ങും പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നും നിലവിലൊരു വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ കറക്റ്റ് കമ്പനി വന്ന പാസ്റ്റിങ്ങും പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഈ ഒരു വാഹനം ഇന്റർകൂളർ സിസ്റ്റം വരുന്ന വാഹനമാണ്. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റർകൂളർ സിസ്റ്റം. ഏകദേശം ഒരു 90,000 രൂപയൊക്കെ കമ്പനിയിൽ അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് ചെയ്താലേ ഈ ഇന്റർകൂളറുള്ള വാഹനം നമുക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ അധികം കിട്ടാറില്ല. കാരണം ഇത് ഡൽഹി, ബോംബെ അതുപോലെ ടൗൺ സിറ്റികളാണ് ഇന്റർകൂളറുള്ള വാഹനം അധികം കിട്ടുക. ഇന്റർകൂളറിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇന്നോവക്ക് നോർമല് 10 to 12 കിട്ടുമ്പോൾ ഈ ഒരു വാഹനത്തിന് 12 to 14 വരെയൊക്കെ മൈലേജ് കിട്ടും. ഇത് കമ്പനിയിൽ അഡീഷണൽ ആയിട്ട് 90,000 രൂപ പേയ്മെന്റ് ചെയ്താലേ ഈ ഇന്റർകൂളറുള്ള വാഹനം ലഭിക്കുള്ളൂ. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്നും പറഞ്ഞു എന്നുള്ളൂ. ഇത്തരത്തിലൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ എൻജിൻ റൂം കൊണ്ട് പറയാനുള്ളത്. ഒരു വാഹനത്തിന്റെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വില ഭാഗത്തേക്ക് വരുമ്പോൾ 7,80,000 രൂപയാണ് ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ പ്രൈസിൽ കുറച്ച് വില കൂടുതലുണ്ട്. കാരണം ഇപ്പോൾ പൊതുവെ ഇന്നോവക്ക് പ്രൈസ് കൂടിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ അധികം വാഹനങ്ങൾ 7,400 രൂപ ആ ലെവൽക്കൊക്കെ ആയിരുന്നു നമ്മൾ കുറേ മുമ്പ് വണ്ടി കൊടുത്തിരുന്നത്. ഇപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഒന്നാമത് അവൈലബിലിറ്റി കുറഞ്ഞതും, പിന്നെ അധികം വാഹനങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുമ്പൊക്കെ ടാക്സി വാഹനങ്ങളായിരുന്നു കുറേ വാഹനങ്ങൾക്ക് അധികം ചെയ്തിരുന്നത്. ആ ഒരു വാഹനത്തിന് അതിൻ്റെ ആ ഒരു പ്രൈസിങ്ങിൽ കുറവുണ്ടായിരുന്നുണ്ട്. ആ ഒരു പ്രൈസിങ്ങിൽ കൊടുത്തിരുന്നു. ഈ ഒരു വാഹനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെ ഏകദേശം ഈ 2 വാഹനങ്ങളായാലും പ്രൈവറ്റ് രജിസ്ട്രേഷൻ വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രൈസിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ യൂസ് ചെയ്തൊരു വാഹനമാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും വാഹനത്തിന് നിലവിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ 1,18,000 കിലോമീറ്ററാണ് നിലവിലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല.
മേജർ ആയുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വാഹനം ഏകദേശം അഡ്വാൻസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ 2 വാഹനം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു കസ്റ്റമർ വന്ന് ഏകദേശം അഡ്വാൻസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ റത്തത്തിൽ കാണിച്ചു എന്നുള്ളൂ. ഇത് 2012 വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 81,000 കിലോമീറ്റർ ഈ വാഹനം ആകെ ഓടിയിട്ടുള്ളൂ. സർവീസ് ബുക്ക് 3 ചാവി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 8 സീറ്റാണ്. പിന്നെ ഇതുപോലെ ഒരു വാഹനം കൂടി ഒരു 13 സ്റ്റോക്ക് വരാനുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. എന്താ നമ്മൾ 2 വണ്ടി ഇപ്പോൾ ഈ ഒരു വണ്ടി ചെയ്യാൻ കൂടുന്നപ്പോൾ ഒരു വണ്ടി ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമേ ചെയ്തിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറേ വാഹനങ്ങൾ ഇപ്പോൾ ഇന്നോവ സ്റ്റോക്ക് വരാനുണ്ട്. ഒരു ഏകദേശം ഒരു 6 വാഹനത്തിൻ്റെ അടുത്ത് വരാനുണ്ട്. ഒരു 3 വി വാഹനങ്ങൾ 12, 13 അങ്ങനെ 3 വി ഓപ്ഷൻ വരുന്ന വാഹനം, പിന്നെ 13 ഒരു 3 വാഹനം, ഇതടക്കം 3 വാഹനങ്ങൾ സ്റ്റോക്ക് വരാനുണ്ട്. അതൊക്കെ തുടർന്നുള്ള ഓരോ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് 2 വണ്ടി വന്നപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ 2 വണ്ടി ആയപ്പോൾ ഇങ്ങനെ ചെയ്തു തന്നെ ഉള്ളൂ. അപ്പോൾ ഈ 2 വാഹനങ്ങളുടെയും ഇനിയിപ്പോൾ വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും പോരായ്മകളോ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ സംഭവിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ വീഡിയോകളും. ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്, നമ്മൾ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.